അയാൾക്ക് മദീനയിൽ വന്നാൽ എന്നെ കണ്ടാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല സഹാബ. അത്രയേറെ എന്നെ സ്നേഹിക്കുന്നയാളാണ് സഹാബ. നിങ്ങൾ എന്നെ കണ്ടവരാണ്, പക്ഷെ എന്നെ ഒരിക്കൽ പോലും കാണാതെ എന്നെ സ്നേഹിക്കുന്നയാളാ. മദീന കണ്ടാൽ അയാളുടെ കൺട്രോള് പോകും. മഖാമേ മുസ്തഫ ക്യാ ഹേ തൂ അമീരേ ഹറം, തൂ അമീരേ ഹറം മേ ഫഖീർ ആജം, तू कुजा मन कुजा, तू कुजा मन कुजा, तू अमीरे हറം. അങ്ങ് ഹറമിൻ്റെ ഇമാമാണ് നബിയെ, ഞാൻ ഫഖീറാണ് നബിയെ, പൗരസ്ത്യനായ ഫഖീറാണ് നബിയെ എന്ന് ആശിക്കീങ്ങളായ അനുരാഗപ്പെട്ടവർ പാടുന്നത് പോലെ ഉവൈസിനെ കുറിച്ച് മുസ്തഫായ നബി പറയാണ്, അയാൾക്ക് എന്നെ കാണാൻ കഴിയില്ല, സഹിക്കാൻ പറ്റില്ല. അത്രയേറെ പ്രണയമാണ്. രണ്ടേ തഅലീമുശ്ശറഹി, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമത്തോടുള്ള ബഹുമാനമാണ്. സഹാബത്ത് ചോദിച്ചു, നബിയെ മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിനൊരു ഉമ്മയുണ്ട്, മുഅ്മിന, മുഅ്മിനത്തായ ഒരു ഉമ്മയുണ്ട്, ലഈഫായ ഒരു ഉമ്മയുണ്ട്, കണ്ണിന് കാഴ്ചയില്ല, കാലുകൊണ്ട് നടക്കാൻ പറ്റില്ല, കൈയിന് തളർച്ചയാണ്. ആ ഉമ്മ കാഷ്ടിച്ചാൽ ഈ ഉവൈസാണ് കഴുകി വൃത്തിയാക്കുന്നത്. ഉമ്മമാര് ജീവിച്ചിരിക്കുന്ന മക്കളെ, ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മെമ്മറബിൾ മൊമെൻ്റാണ് മാതാവും പിതാവും ഉള്ള കാലം. തണലായ കാലമാണ്. 20 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരോടാണ് പറയുന്നത്. ഇന്നവർ ഭാരമായി തോന്നുന്നുവെങ്കിൽ, നമ്മുടെ ആവശ്യങ്ങൾ അവർ നിറവേറ്റി തരാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നില്ലെങ്കിൽ, മക്കളെ, ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടാലാണ് മുത്തേ അതിൻ്റെ വേദന അറിയുക. കാഷ്ടിച്ചത് കഴുകിക്കൊടുക്കുന്നത് ആരാണ്? ലക്ഷക്കണക്കായ ആളുകളെ ശഫാഅത്ത് ചെയ്യാൻ കഴിയുമെന്ന് അള്ളാന്റെ റസൂല് അവിടുത്തെ നൂറാനിയത്തിന്റെ തിരുനാവിനാൽ പ്രശംസിച്ച ഉവൈസ് ഇബ്നു ആമിറുൽ ഖറനി റളിയല്ലാഹു അൻഹു. അവരാണ് കുളിപ്പിക്കാറ്, അവരാണ് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കാറ്. അപ്പൊ ഉമ്മാനെ വിട്ടിട്ട് മദീനയിൽ വന്നാൽ അത് ശരീഅത്തിനെതിരാണ് അല്ലേ? നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരില്ലേ, കുടുംബം നോക്കാതെ ദഅവത്തിനാന്ന് പറഞ്ഞു പോണ കുറേ ആൾക്കാരില്ലേ നമ്മുടെ നാട്ടിലാണ്, കേരളത്തിൽ, ലോകത്തൊക്കെ ഉണ്ട്. ഇനി അതെല്ലാം ടൂറ് പോണ ആൾക്കാരില്ലേ? ഏതിനാണെങ്കിലും ശരി, മാതാവിനോടും പിതാവിനോടും ബാധ്യത തീർക്കാത്ത ദീനൊന്നുമില്ല. യുദ്ധത്തിന് പോകാതെ പോലും മാതാവിനെ നോക്കിയ ചരിത്രമുണ്ട്. ഭാര്യയെ ചികിത്സ കാത്തിരുന്നിട്ട് യുദ്ധത്തിന് പോകാത്തതുണ്ട്. പിന്നെയാണോ വയലിന് പോകുന്നത്? നോക്കിയിട്ട് പോണത് വലിയ പുണ്യമുള്ള കാര്യം. അല്ലാതെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ അത് ശരീഅത്ത് തടയുന്നുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഉമ്മാനെ നോക്കാൻ വേറെ ആളില്ല. അതുകൊണ്ടാണ് ഹബീബിങ്ങളെ അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഉമറേ, അലി, എൻ്റെ കാലശേഷം നിങ്ങൾ ഉവൈസിനെ കാണുമ്പോൾ ഹാദിഹി ജുബ്ബത്തി, ഇതെൻ്റെ ഖമീസാണ്, ഇതെൻ്റെ ഖമീസാണ്. റസൂലുള്ളാന്റെ കുപ്പായം എടുത്തു കൊടുത്തു പറഞ്ഞു, ഇത് കൊടുക്കേണമേ, ഇത് ഉവൈസിന് കൊടുക്കേണമേ എന്ന് മുഹമ്മദ് മുസ്തഫ. ഫൈദൽ ഖതൈതും ഫൈദൽ തഖൈതും ബിഹി സല്ലിമൂ മിന്നി അലൈ, നിങ്ങളയാളെ കണ്ടുമുട്ടിയാൽ, നിങ്ങളും അവരുമായി സന്ധിച്ചാൽ എൻ്റെ സലാം പറയണേ, അസ്സലാമു അലൈക്കും എന്നെൻ്റെ സലാം പറയണേ. വൽതമിസൂ മിൻഹു ദുആ ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറയണേ എന്ന് മുഹമ്മദ് മുസ്തഫ. ഹബീബിങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. റസൂലുള്ള അങ്ങോട്ട് സലാം പറഞ്ഞേക്ക്. നമ്മൾ ഇവിടുന്ന് ഉംറക്കൊക്കെ ആളുകൾ പോകുമ്പോൾ അങ്ങോട്ട് പറയും, എൻ്റെ സലാം പറയണമേ, എൻ്റെ സലാം പറയണമേ.
നമ്മൾ പറയില്ലേ, ഇത് റസൂലുള്ള അങ്ങോട്ട് സലാം പറയുകയാണ്. മിനിഞ്ഞാന്നിൻ്റെ തലേ ദിവസം സലാലയിൽ നിന്ന് 70ഓളം കിലോമീറ്റർ ദൂരമുള്ള സാഹിബുൽ മിർബാത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന താക്കയിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരമുള്ള ഒരു മസാറിൽ പോയി അള്ളാഹുവിന്റെ റസൂലിന്റെ 17ാമത്തെ പൗത്രനായ മുഹമ്മദ് ബിൻ അലി ബിൻ ഹുസൈൻ എന്ന് പറയുന്ന മഹാൻ, നമ്മളെ ഹദ്ദാദ് ചെല്ലാറില്ലേ? ഈ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാമഹനാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ സയ്യിദന്മാരുടെയും പരമ്പര അവരിലൂടെയാണ് കടന്നു പോകുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടിൻ്റെ നായകൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സയ്യിദുൽ ഉമ്മ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അങ്ങനെ ഒരുപാട് സാദാത്യങ്ങൾ മലബാറിലും ദക്ഷിണ കേരളത്തിലുമൊക്കെയുണ്ട്. എല്ലാവരുടെയും വല്ലിപ്പ സാഹിബുൽ മിർബാത്ത് എന്ന് പറയുന്ന മഹാനാണ്. അവിടെ സിയാറത്ത് ചെയ്യുമ്പോൾ അവിടെ വന്നിട്ടുള്ളൊരു പ്രസംഗത്തില് ഇന്ന് യമനിൽ ജീവിച്ചിരിക്കുന്ന ഉമറുൽ ഹബീബ് എന്ന് പറയുന്ന, നിങ്ങൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അദ്ദേഹത്തെ കാണാൻ കഴിയും. തവ്വലല്ലാഹു ഉംറ. അദ്ദേഹം പലവട്ടം കേരളത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, സാഹിബുൽ മിർബാത്ത് അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൽ നബി. നമ്മളിന്ന് മഗ്രിബിന് പറഞ്ഞില്ലേ, നമ്മളിന്ന് ഇശാക്ക് പറഞ്ഞില്ലേ, നമ്മളിന്ന് സുബഹിക്ക് പറഞ്ഞില്ലേ, നമ്മളെല്ലാ നിസ്കാരത്തിലും അല്ലേ കുട്ടികളെ അങ്ങനെ പറയില്ലേ? എന്ന് പറഞ്ഞ അത്തഹിയാത്തുൽ, ഉറക്കെ ചൊല്ല്, അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാത്തു ലില്ലാഹ്. പിന്നെന്താ? അസ്സലാമു അലൈക അയ്യുഹൻ നബി. നബിയായവരെ അങ്ങേക്ക് സലാം. ഞാനും നിങ്ങളും പറയുന്നുണ്ട്, അതൊരു പ്രാർത്ഥനയാണ്. പക്ഷെ അത് നബിയോട് സലാം പറയാം. അറബി ഗ്രാമർ അറിയുന്നവർക്കറിയാം, അത് പ്രസന്റിലുള്ള ഒരാളോട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് അസ്സലാമു അലൈക എന്ന് പറയേണ്ടത്. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരാളോട് പറയുന്ന മാതിരി അസ്സലാമു അലൈക. ഇപ്പൊ ഒരാൾ ദേശവാളത്താണെങ്കിൽ അസ്സലാമു അലൈക എന്ന് പറയാൻ പറ്റില്ല. നമ്മളെല്ലാ ദിവസവും പറയുന്നുണ്ട്. അള്ളാഹ് റസൂലിനോട് സലാം പറയുന്നുണ്ട്. ലൈഫിൽ ഇന്ന് വരെ നമ്മൾ സലാം അടക്കൽ കേട്ടിട്ടുണ്ടോ ഹബീബിങ്ങളെ? പറയൂ. നബി സലാം അടക്കിയോ? പറയിസ്റ്റ നബി സലാം അടക്കിയോ? എന്തുട്ടം മിണ്ടാത്തത്? നബി സലാം അടക്കിയോ? എന്തുട്ടങ്ങൾ തിരിച്ചു പറയാത്ത എന്താണ്? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം, അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയാം. എന്ത് പറയുന്നത് അത്ര മടി? നബി സലാം അടക്കിയോ? നമ്മൾ അത്തയ്യാത്തിൽ സലാം പറഞ്ഞപ്പോൾ അടക്കിയോ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് ബാക്കി പറയാം. ഞാൻ ഇത്ര ഓളിയത്തിലൂടെ പറയാം. നിങ്ങളോട് ചോദ്യം ചോദിച്ചു ഉത്തരമില്ല. അസ്സലാമു അലൈക. അത് ചോദ്യം എൻ്റെ ഭാഷ എനിക്ക് മനസ്സിലാകില്ല. തൃശ്ശൂർ ഭാഷ മനസ്സിലാകാത്ത പ്രശ്നമുണ്ടോ? അസ്സലാമു അലൈക എന്ന് നമ്മൾ നബിയോട് സലാം പറഞ്ഞ അത്തയ്യാത്തിൽ സലാം അടക്കുന്നത് കേട്ടോ? ആണെങ്കിൽ ആന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ആന്നോ? നബി സലാം അടക്കിയോ? ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ മിണ്ടാത്തത് എനിക്ക് മനസ്സിലായി. നല്ല നാടായതുകൊണ്ട് അള്ളാഹു ഈ നാടിൻ്റെ വർക്കത്ത് കൊണ്ട് എന്നെ സ്വർഗത്ത് കടത്തട്ടെ. കാര്യങ്ങൾ നബി സലാം അടക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒരാളോടും നബി സലാം അടക്കിയിട്ട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അങ്ങനെ പ്രത്യക്ഷത്തിലില്ല. പക്ഷേ മഹാനായ ഉമറുൽ ഹബീബ് തങ്ങൾ പറയാണ്, സാഹിബുൽ മിർബാത്ത് നിസ്കരിക്കുമ്പോ അസ്സലാമു അലൈക എന്ന് സലാം പറഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായ മുഹമ്മദ് മുസ്തഫ വലൈക്കുമുസ്സലാം എന്ന് സലാം മടക്കാറുണ്ട്. അടച്ചോനെ, ആ സലാം അടക്കൽ കേൾക്കാതിരുന്നാൽ അത് വീണ്ടും പറയാം, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. അങ്ങനെ എപ്പോഴെങ്കിലും നബി സലാം അടക്കും. അങ്ങനെ മടക്കാതെ ഒരിക്കൽ പോലും നിസ്കാരത്തിൽ അത്തഹിയ്യാത്ത് ഓതിയിട്ടില്ല. മുഹമ്മദ് ബിൻ അലി ബിൻ ഹുസൈൻ അൽ മിർബാത്ത്. അല്ലാഹു അവരുടെ മദദ് നമുക്ക് നൽകട്ടെ. അപ്പോ ഉവൈസുൽ ഖർനിയോട് സലാം അങ്ങോട്ട് പറഞ്ഞേക്കുകയാണ് മുഹമ്മദ് മുസ്തഫ. എൻ്റെ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുകയാണ്. കാലം കഥ പറഞ്ഞ് കടന്നുപോയി. ഒരു ഹജ്ജിൻ്റെ വേള ഉമർ തങ്ങൾ വിളിച്ചു ചോദിച്ചോ,
ഖറനുകാരുണ്ടോ? യമനിൽ നിന്നാളുണ്ടോ? യമനിൽ നിന്നാരെങ്കിലും ഉണ്ടോ? അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ യമനികളാണ്. നിങ്ങളുടെ അടുത്ത് ഉവൈസ് ബിൻ ആമിർ എന്ന് പറയുന്ന ഒരാളുണ്ടോ? അവര് പറഞ്ഞു ഇല്ല. അപ്പോൾ അവര് തങ്ങൾ ചോദിച്ചു അല്ലല്ലോ ഉണ്ടല്ലോ. അയാള് ഭക്ഷണമധികം കഴിക്കാത്ത ഒരാൾ, മുടി നീട്ടി വളർത്തിയയാൾ, റസൂലുള്ളാഹിക്ക് സലാത്ത് ചെല്ലുന്നയാൾ. അപ്പൊ അവര് പറഞ്ഞു തങ്ങളെ ഉണ്ട്, അങ്ങനെ ഒരാളുണ്ട്. അപ്പോ ഉമർ തങ്ങൾ ചോദിച്ചു നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞതോ? അത് നിങ്ങൾ അമീറുൽ മുഅ്മിനീനല്ലേ? 12,000 ചതുരശ്ര മൈൽ പരന്നു കിടക്കുന്ന ജസീറത്തുൽ അറബിന്റെ രാജാവ്. നിങ്ങൾ അന്വേഷിക്കാൻ മാത്രം വലിയൊരു മനുഷ്യനൊന്നും അവിടെ ഇല്ല. അവിടെയുള്ളൊരു പ്രാന്തനാണ്. ഞങ്ങളുടെ നാട്ടിലൊരു പ്രാന്തണ്ട്. ഇപ്പം ഈ നാട്ടിലൊരു പ്രാന്തണ്ടെങ്കിൽ ആരെങ്കിലും മൈൻഡ് ചെയ്യും. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു വഴിയിൽ ഒരു ഭ്രാന്തൻ്റെ പേര് വെച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ഞങ്ങൾ പെട്ടെന്ന് മറുപടി പറയും അങ്ങനെ ഒരാളില്ല എന്ന് പറയും. കാരണം ഭ്രാന്തനെ നമ്മൾ മൈൻഡ് ചെയ്യില്ലല്ലോ. അങ്ങനെ ഒരാളുള്ളത് ഭ്രാന്തനാണ്. അയാൾക്ക് ഒരു രാത്രി മുഴുവൻ സുജൂദാ, ഒരു രാത്രി മുഴുവൻ റുകൂആ, ഒരു രാത്രി മുഴുവൻ ഇഅ്തിദാലാ. അയാൾ ആടിനെ മേച്ച് നടക്കുന്നയാളാണ്, സലാത്ത് ചൊല്ലി നടക്കുന്നയാളാണ്. അയാൾക്കൊരു ഉമ്മയുണ്ട്, അവരെ പരിചയിച്ച് കഴിഞ്ഞുകൂടിയാളാണ്. അപ്പൊ ഉമർ തങ്ങൾ പറഞ്ഞു അദ്ദേഹം എവിടെയുണ്ടാകും? അവര് പറഞ്ഞു ഖറൻ എന്ന് പറയുന്ന പ്രദേശത്ത് കുറെ ദൂരത്തൊരു ഗ്രാമത്തിൽ ഞങ്ങൾ കണ്ടു. ഹജ്ജിന് വരുമ്പോ അയാൾ ആടിനെ മേക്കുകയാണ്. ആ ഹജ്ജ് കാലം കഴിഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അലിയാർ തങ്ങളെ കൂട്ടിയിട്ട് ഉവൈസിനെ തേടി പോവുകയാണ്. ഹബീബിങ്ങളെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഉവൈസുൽ ഖർനി സ്വഹാബിയല്ല, ഉവൈസുൽ ഖർനി പ്രവാചകനല്ല. ഈ പോകുന്നയാളാരാ? ഖലീഫത്തു റസൂലില്ലാ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖലീഫയാണ്, ഉമർ ഇബ്നുൽ ഖത്താബാണ്. അങ്ങനെ രണ്ടുപേരും അടുത്തു ചെന്നു. ഈത്തപ്പനയുടെ കുരു ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. അതോടൊപ്പം ഒരു പുഴയിൽ നിന്ന് വസ്ത്രം ഇങ്ങനെ കഴുകുകയാണ്. പിഞ്ഞിപ്പോയ വസ്ത്രം ധരിച്ച ഉവൈസ് ഇബ്നു ആമിറുൽ ഖറനി ഉമർ തങ്ങൾ സലാം പറഞ്ഞു. എഴുന്നേറ്റ് നിന്ന് ഞെട്ടി ഉവൈസ് മറുപടി പറയുകയാണ്, വഅലൈക്കുമുസ്സലാം, അള്ളാന്റെ റസൂലിന്റെ കൂട്ടുകാരെ. ലൈഫിൽ ഒരിക്കൽ പോലും ഉമറിനെയും അലിയെയും ഈ ഉവൈസ് ഇബ്നു ആമിറുൽ ഖർനി കണ്ടിട്ടില്ല. എന്നിട്ടും സലാം മടക്കുകയാണ്. അവര് പറഞ്ഞു നിങ്ങൾ ഉവൈസ് അല്ലയോ? അതെ. നിങ്ങളുടെ പിതാവിന്റെ പേര് ആമിർ എന്നല്ലയോ? അതെ. നിങ്ങൾക്കൊരു ഉമ്മ രോഗിയായിട്ടുണ്ടായിരുന്നില്ലയോ? ഉണ്ടായിരുന്നോ? നിങ്ങൾ ഹബീബിനെ വല്ലാതെ സ്നേഹിക്കുന്നയാളല്ലയോ? ഹബീബ് എന്ന വാക്ക് കേട്ടപ്പോ എൻ്റെ പുന്നാര ഉവൈസ് കരയാൻ തുടങ്ങി. കരച്ചലോട് കരച്ചൽ. ആ കരച്ചലിനിടയിൽ ഉമർ തങ്ങൾ പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന്. അല്ലാഹുവിൻ്റെ റസൂൽ നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്. സലാമങ്ങ് മടക്കിയിട്ട് ഉവൈസ് പൊട്ടി കരഞ്ഞപ്പോ അലിയാർ പറഞ്ഞു ഉമ്മത്തിനു വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് ദുആ ചെയ്യുക ഉമറേ? അലി, നിങ്ങൾ ഹബീബിനെ കണ്ടവരല്ലേ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചവരല്ലേ, ഞാൻ എങ്ങനെ നിങ്ങളുടെ മുന്നിൽ ദുആ ചെയ്യാനാ? അലി തങ്ങൾ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിന്റെ ഉത്തരവാണ്, വസിയത്താണ്. അത് കേട്ടപ്പോൾ ഹബീബിങ്ങളെ ആ മനുഷ്യൻ തൻ്റെ രണ്ട് മുഖവും പൊത്തിപ്പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറയുകയാണ്, നാഥാ അല്ലാഹുമ്മ ഗഫിർ ലി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ ചെയ്തപ്പോൾ അലിയാര് ഖമീസ് എടുക്കുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖമീസ്. അത് പൊക്കിയെടുത്തിട്ട് പറഞ്ഞു ഇത് റസൂലുള്ളാഹിൻ്റെ ഖമീസാ.
അങ്ങേക്ക് സമ്മാനം തരാൻ പറഞ്ഞയച്ചതാണ്. അത് വാങ്ങിയിട്ടതിൽ തുരുതുരാ ഉമ്മ വെച്ച് ഉവൈസ് ഓടുകയാണ്. പിറകിലൂടെ ഓടി ഉവൈസ് പറഞ്ഞു, തങ്ങളെ മദീനയിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ്. എന്തിനാണ് അനാഥമായി മരുഭൂമിയിൽ ആട്ടിൻപറ്റങ്ങളുടെ പിറകിലൂടെ ഇങ്ങനെ നടക്കുന്നത്? തങ്ങളെ മദീനയിലേക്ക് വരണമേ, അവിടെ മദീനയിൽ കഴിയാമല്ലോ പ്രയാസമില്ലാതെ. പറഞ്ഞു, ഉമറേ പോകൂ നിങ്ങൾ, ദുനിയാവിൻ്റെ ഒരലങ്കാരവും ഉവൈസിന് വേണ്ട. അപ്പോൾ ഉവൈസ് തങ്ങൾ പറഞ്ഞു വരില്ല എന്ന് ഉറപ്പായപ്പോൾ ഉമർ തങ്ങൾ ചോദിച്ചു, എന്നോടൊരു വസിയ്യത്ത് ചെയ്യുമോ? എനിക്കൊരു വസിയ്യത്ത് ചെയ്യുമോ എന്നോട്? ആരാണ് ഈ പറയുന്നത്? ഉമറും ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണെന്ന് മുത്തുനബിയുടെ നൂറാനിയത്തിന്റെ നാവിനാൽ പ്രശംസ ലഭിച്ച ഖലീഫ ഉമർ, അമീറുൽ മുഅ്മിനീൻ, ഖലീഫത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയാണ് പറയുന്നത്. വസിയ്യത്ത് ചെയ്യുമോ? ഓക്കേ, മഹബ്ബത്ത് റസൂലാണ് മഹത്വത്തിന്റെ അടയാളമെന്ന് തെളിയിക്കപ്പെടുകയാണ് ഇവിടെ. യാ അല്ലാഹ്. അപ്പൊ ഒരു വസിയ്യത്ത് ചെയ്യുകയാണ്, വസിയ്യത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഉമറേ ദുനിയാവിനെ ത്വലാഖ് ചൊല്ലിക്കോ എന്ന് പറഞ്ഞു. അത് കേട്ട് ഉമറുള്ളവനോട് കരഞ്ഞു. ഉവൈസ് തങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഞാൻ എൻ്റെ ഖിലാഫത്ത് രാജിവെക്കുകയാണ്, ഞാൻ മദീനയിൽ പോയി ജനങ്ങളോട് പറയാൻ പോവുകയാണ്, ഈ മുൾക്കിരീടം എനിക്കിനി ചുമക്കാൻ വയ്യ, എനിക്ക് ഏകാഗിയായി മരുഭൂമിയിലൂടെ അലയണം, ഉവൈസിനെ പോലെ റബ്ബിനെ ഓർത്തുകൊണ്ട് അലയണം. അപ്പൊ ഉവൈസ് തങ്ങൾ പറഞ്ഞു, പാടില്ല ഉമറേ, പാടില്ല. ഈ ഖിലാഫത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പിൻഗാമിയായി വന്നയാളാണ്. ജനങ്ങളെ ദഅവത്ത് ചെയ്യേണ്ടവരാണ് നിങ്ങള്, ജനങ്ങൾക്ക് നീതി കൊടുക്കേണ്ടവനാണ് നിങ്ങൾ മാറി നിൽക്കരുത് ഉമറേ. നിങ്ങൾ ഹക്കിന്റെ ഭാഗത്ത് മാത്രം നിൽക്കുന്നയാളാണ്, അതിലങ്ങേക്ക് ഖൈറുണ്ട് ഉമറേ എന്ന് ഉവൈസ് പറഞ്ഞപ്പോഴാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖലീഫ ഉമർ ആ വാദത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിയൊക്കെ കണ്ട് താത്തികൊള്ളും. മാഷാ അല്ലാഹ്. മനോഹരമായൊരു നുണയാണ് നമ്മൾ പറഞ്ഞതെന്ന് ഞാൻ തെളിയിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരമണിക്കൂർ കൂടി പറഞ്ഞാൽ മതി അല്ലേ? അല്ലേ? ഇപ്പോൾ സമയം എന്തായി? 10:04. ഇപ്പം ഒരു 30 മിനിറ്റ് കൂടിയേ പറയുള്ളൂ കേട്ടോ. അപ്പോൾ ഹബീബിങ്ങളെ, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിൽ തന്നെ ഒരു അബദ്ധമുണ്ട്. അതെന്താ ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ സലാത്ത് ഇല്ലോ എന്ന് പറഞ്ഞപ്പോൾ സലാത്ത് എല്ലാം പോലും നമ്മുടെ നാവ് അനങ്ങുന്നില്ലേ. പിന്നെ നബിയോട് സ്നേഹം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉദ്ദേശിച്ചത് നബി പറഞ്ഞതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ, സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടെന്ന അർത്ഥത്തിലാണ് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞത്. അത് സുന്നത്ത് ജമാഅത്തിൻ്റെ വാദമല്ല, പിൻപറ്റൽ മാത്രമാണ് സ്നേഹമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. അള്ളാഹു നമുക്ക് നബിയെ പിൻപറ്റാൻ തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ എന്ത് കരുതിയാലും എനിക്കൊരു പ്രശ്നമില്ല. റസൂലുള്ളാഹിനെ പിൻപറ്റൽ മാത്രമല്ല സ്നേഹം. ഉവൈസിനെ പറഞ്ഞപ്പോൾ എനിക്ക് ഇടയിൽ കയറി വന്നത് റളിയല്ലാഹു അൻഹു. ഹബീബായ പ്രവാചകരുടെ ദാത്തു ശരീഫേ, റസൂലുള്ളാഹിന്റെ പേഴ്സണാലിറ്റിയെ സ്നേഹിക്കാതെ സുന്നത്ത് കൂട്ടിയതുകൊണ്ടൊന്നും ഒരു വിജയവും കിട്ടുമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സുന്നത്തൊക്കെ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയേ. പരമാവധിയൊക്കെ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. പരമാവധി എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ വലതു ഭാഗത്തൊക്കെ തുപ്പാൻ പാടില്ല എന്നുള്ള സുന്നത്താണ്. നമ്മളിന്ന് നേരം വെളുത്ത് എത്ര തവണ തുപ്പി? മുമ്പിലേക്ക് തുപ്പരുതെന്ന് സുന്നത്താണ്. എത്ര തവണ തുപ്പി? അപ്പോൾ പരമാവധിയൊക്കെ പിൻപറ്റ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിലൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ലട്ടോ. ഒരാൾ നിസ്കരിക്കാതെ നടന്നിട്ട് പ്രവാചക സ്നേഹിയാണെന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ലട്ടോ. ശരീഅത്തില്ലാതെ ഒരു പ്രവാചക സ്നേഹം ഇല്ലട്ടോ. അങ്ങനെയാണെങ്കിൽ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഉമ്മാനെ നോക്കാതെ നബിയെ തേടി വരേണ്ടതായിരുന്നു. ഓക്കെ. അപ്പോൾ
എന്നാൽ സ്നേഹം ഉമ്മാനേക്കാൾ കൂടുതൽ ഉവൈസുൽ ഖർനി റസൂലുള്ളാഹിയുടെ ആയിരുന്നു. അതാണ് ഉമ്മാനെ പരിചരിക്കുക എന്നുള്ള പ്രവാചകന്റെ സുന്നത്തിനെ നിർബന്ധപൂർവ്വം മുറുകെ പിടിച്ചപ്പോഴും ഉമ്മാനേക്കാൾ സ്നേഹം റസൂലുള്ളാഹിയുടെ ആയിരുന്നു. ഹബീബിങ്ങളെ 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 അല്ലാഹുവിന്റെ റസൂൽ എന്ന വ്യക്തിത്വത്തെ സ്നേഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് പലപ്പോഴും നമ്മുടെ അടുത്തുണ്ടാകാറില്ല. ബാക്കിയുള്ള കാര്യത്തിൽ നമ്മളെല്ലാ പരിപാടി ഉഷാറാണ്. ഒരാളെ സ്നേഹിച്ചാൽ അയാളുടെ മദ്ഹ് പറയൽ നമുക്ക് ഇഷ്ടമായി തോന്നും. ഇവിടെ നബിദിന ഘോഷയാത്ര നടക്കലുണ്ടോ? ഉണ്ടോ? അതിനും മറുപടി ഇല്ല. ഇതെന്തൊട്ട് ഇഷ്ടങ്ങൾ ഇങ്ങനെ? നബിദിന ഘോഷയാത്ര ഉണ്ടാവില്ലേ? അതിനും മറുപടി ഇല്ല. ഇല്ല, ഓക്കെ, വേണ്ട. ഇല്ലെങ്കിൽ വേണ്ട. ഇല്ല, ഇവിടെ ഉണ്ടായില്ലേ? അല്ല, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഉണ്ടോയെന്ന് ചുമ്മാ ഒരു ചോദ്യം ചോദിച്ചതാ, കാര്യമില്ല. നിങ്ങൾ ബേജാറാകണ്ട. ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല. ഞാൻ ഉണ്ടോയെന്ന് വെറുതെ ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് ബാക്കിൽ നിന്ന് മറുപടി വന്നു. അപ്പോൾ ഹബീബിങ്ങളെ, അള്ളാന്റെ റസൂലിനോടുള്ള മഹബത്ത് ആ തിരു ശരീരത്തോടു കൂടി ഉണ്ടാകണം. അത് നമുക്ക് നമ്മുടെ മാതാപിതാക്കളെക്കാൾ നബിയെ സ്നേഹിക്കാൻ അതുവരെ പറ്റിയിട്ടുണ്ടോ? നമ്മുടെ ഉപ്പാനേക്കാൾ നമ്മുടെ ഉമ്മാനേക്കാൾ നബിയോട് നമുക്ക് സ്നേഹം തോന്നിയിട്ടുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഉണ്ടെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കില്ലേ? കാണുക എന്നുള്ളത് ഭയങ്കരമായ ഒരു താല്പര്യമായി കൊണ്ട് നടക്കില്ലയോ? ഒരോളത്തിലാമീൻ പറയും നമ്മൾ. ഏതെങ്കിലും ഉസ്താദ് പടച്ചോനെ റസൂലുള്ളാഹിനെ കാണാൻ തൗഫീഖ് നൽകണേ എന്ന് പറഞ്ഞാൽ ആമീൻ എന്ന് പറയും. അതൊരു ഓളത്തിലാണ്. അതോടെ തീർന്നു. അതൊരു ക്രൈസായി കൊണ്ട് നടന്നിട്ടുണ്ടോ? അത് ഇല്ലാതെ പോയത് ആരാണ് റസൂലെന്ന് അറിയാത്തതിൻ്റെ പേരിലാണ്. നമ്മൾ സാധാരണ ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിലൊക്കെ നബിദിനത്തിൽ ഇങ്ങനെ പ്രസംഗിക്കുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചു ശ്രീനാരായണ ഗുരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തിനാണ് ഇപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നബിയെ പഠിപ്പിക്കണം? അത് കൊല്ലത്തൊരു ടൗണിൽ ഒരു പരിപാടി വെക്കുകയാണ്. ധാരാളം ഹിന്ദുക്കളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയാം. മുഅ്മിനീങ്ങളോട് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് നബിയെ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെ നബി മനസ്സിലാക്കേണ്ടതില്ല. Philip Hitti, the history of Arab, without a palace, without a bodyguard, without a standing army, without a fixed deposit. It is a Muhammad. Prophet Muhammad is the only wonderful man in world history. അങ്ങനെയൊക്കെ നബിയെ കുറിച്ച് അയാൾ പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ? നമുക്കെന്താണ്? അയാൾ മുസ്ലിമായോ? ഇല്ല. അയാൾ മുസ്ലിം ആകത്തിൽ നമുക്ക് അയാളോട് ദേഷ്യമൊന്നുമില്ല. നല്ല പുസ്തകമാണ് ദ ഹിസ്റ്ററി ഓഫ് അറബ്. വളരെ പ്രഖ്യാതമായ ഗ്രന്ഥമാണ്. അയാൾ മുസ്ലിം ആകാത്തിൽ നമുക്ക് യാതൊരു വിഷമം അദ്ദേഹത്തോടില്ല. പക്ഷെ ആകാതിരുന്നത് അയാൾ അള്ളാഹുവിന്റെ റസൂലിനെ അല്ല മനസ്സിലാക്കിയത്, ലോകത്ത് ജീവിച്ചു പോയ ഒരു നല്ല മനുഷ്യനെയാണ്. റിസാലത്തിനെയല്ല, മുഹമ്മദീയത്തിനെയല്ല, കേവലം ഒരു നല്ല മനുഷ്യൻ. ആ ഗാന്ധിജി നല്ല മനുഷ്യൻ തന്നെയല്ലേ? അല്ലേന്ന്? ഗാന്ധിജി നല്ല മനുഷ്യൻ, അതേമാതിരി ഒരു മനുഷ്യൻ. അങ്ങനെയാണ് നമ്മളും മനസ്സിലാക്കുന്നുള്ളൂ. നമ്മൾ ഒരിക്കലും ഹബീബിന്റെ ആത്മീയ വ്യക്തിത്വത്തെ പറയുന്നില്ല, ഭൗതിക വ്യക്തിത്വം അങ്ങനെ പറയും. പുരുഷാകൃതി പൂണ്ട ദൈവമോ, നര ദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്ര പുത്രനോ, കരുണാവാൻ നബി മുത്ത് രത്നമോ. ഇത് ശ്രീനാരായണ ഗുരു പറഞ്ഞതാ. എന്ന് വെച്ചാൽ ഗാന്ധിജി എപ്പോഴും ഒരു നല്ല മനുഷ്യനായിരുന്നു, മുഹമ്മദ് നബി എന്ന് മാത്രമാണ് അയാൾ മനസ്സിലാക്കിയത്, ശ്രീനാരായണ ഗുരു മനസ്സിലാക്കിയത്. അല്ലാതെ അള്ളാന്റെ റസൂലാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ നാട്ടിലെ വെള്ളത്തോൾ നാരായണ മോനോൻ പാംസുസ്നാനം എന്ന് പറയുന്ന കവിത എഴുതിയിട്ടുണ്ട്, മുസ്ലിമായിട്ടില്ല. എൻ്റെ നാട്ടുകാരിയാണ് മാധവിക്കുട്ടി എന്ന പേരിൽ പ്രശസ്തയായ, ആഗോള പ്രശസ്തയായ മലയാളത്തിൻ്റെ കഥാകാരി കമലാ സുറയ്യ. അവർ അള്ളാഹ് റസൂലിനെ മനസ്സിലാക്കിയ മുസ്ലിമായ ആളാ. നിങ്ങളുടെ കൊല്ലം ജില്ലയിൽ പന്മന രാമചന്ദ്രൻ നായർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം എഴുതിയ കനിവിൻ്റെ ഉറവ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. എന്തിനായേവം മാഴ്വി നിൽപ്പോ നീ ഒരു കോണിൽ, തോഴരത്തെന്ത നീ പെരുന്നാൾ കോശിക്കാത്തു. പ്രവാചക ജീവിതത്തിൻ്റെ ഏറ്റവും കണ്ണീരണിയിക്കുന്ന ഒരു രംഗമാണ് പൽമന രാമചന്ദ്രൻ നായർ എഴുതിയ കനിവിൻ്റെ ഉറവ. അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല.
അതായത് പെരുന്നാളിന്റെ പുലരിയിൽ സ്വഹാബത്ത് നിസ്കരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ ജനവാതിൽ തുറന്ന് മദീനയിലെ അങ്ങാടിയിലേക്ക് നോക്കിയപ്പോ ഇതുപോലെയുള്ള കുട്ടികൾ ഇങ്ങനെ കളിക്കുകയാണ്. നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് താർത്തുല്ലസിച്ച് കളിക്കുകയാണ്. ഒരു കുട്ടി മാറിയിരുന്ന് കരയുകയാണ്. അപ്പൊ റസൂലുള്ള വാതിൽ തുറന്ന കുഞ്ഞിന്റെ അരികിലേക്ക് ചെന്നു. സ്വഹാബത്ത് നിസ്കരിക്കാൻ കാത്തു നിൽക്കുമ്പോ ഒരു കൊച്ചു കുഞ്ഞിന്റെ വേദനയുടെ മുന്നിൽ മുഹമ്മദ് മുസ്തഫ, ഒരു ഹിന്ദുവായ പ്രിയപ്പെട്ട മലയാളത്തിന്റെ കാവ്യകാരൻ, അതുപോലും കവിതയാക്കി ആ കുട്ടിയുടെ അടുത്ത് പോയി മുത്തുനബി ചോദിക്കുകയാണ്, എന്തിനായേവം മഴ നിൽപ്പോ നീ ഒരു കോണിൽ, നീ എന്തിനാ ഒരു മൂലക്ക് ഇങ്ങനെ കരഞ്ഞിട്ട് നിൽക്കുന്നത്? തോഴരത്തെന്ത നീ പെരുന്നാൾ ഘോഷിക്കാത്തു, എന്താ കുട്ടികളോടൊപ്പം നീ പെരുന്നാൾ അടിച്ചു പൊളിക്കാത്തത്? ഹായ്. അപ്പൊ കുട്ടി പറയാണ്, കവിയുടെ ഭാവന എങ്ങനെയാണ്? ഭാവനയല്ലാതെ ഹദീസിലുള്ള സംഭവം. പ്രവാചകരെ എതിർത്തൊരപ്പോരിലൻ പിതാവയ്യോ മരിച്ചു ഞാൻ ഇന്നനാഥനാണ്. എൻ്റെ വാപ്പ മരിച്ചുപോയി, എനിക്ക് വാപ്പല്ല, ഞാൻ യത്തീമാണ്, അനാഥനാണ്. ആരാണ് എനിക്ക് വസ്ത്രം വാങ്ങിത്തരാൻ? ആരാണ് എനിക്ക് ഭക്ഷണം വാങ്ങിത്തരാൻ? പിന്നെ ഞാൻ എങ്ങനെ കളിക്കുക? അള്ളാന്റെ റസൂലിന്റെ ഖൽബ് പൊട്ടി. ആ കുട്ടിയുടെ കൈ പിടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് മുഹമ്മദ് മുസ്തഫ. പെരുന്നാളിന് കാത്തു നിൽക്കുകയാണ് സ്വഹാബത്ത്. നിസ്കാരത്തിന് പടച്ചോനോട് ഇബാദത്ത് ചെയ്യാൻ കാത്തു നിൽക്കുന്ന അനുയായികളെ മാറ്റി നിർത്തിയിട്ട് ഒരു കൊച്ചു കുഞ്ഞിന്റെ വേദനയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു പുണ്യനബി. കരയുന്നവന്റെ കണ്ണുനീര് തുടച്ചിട്ട് റസൂലുള്ള പറയാണ്, മോനെ വാപ്പയില്ലാത്തോനാന്ന് പറയല്ലടാ മുത്തേ, എനിക്ക് വാപ്പച്ചില്ല എന്ന് പറയല്ലേ, ഞാനാണ് നിന്റെ വാപ്പ, എന്നൊന്ന് വിളിക്കടാ, ബാപ്പാന്ന് വിളി, അബീന്നൊന്ന് വിളിക്കടാ. റസൂലുള്ളയും അങ്ങനത്തെ ദൈന്യതയിലൂടെ കടന്നുപോയ ആളല്ലേ. അബവായിന്റെ വിജനതയിൽ ആമിനയും മരിച്ചപ്പോൾ ഒറ്റപ്പെട്ട ആളല്ലേ മുഹമ്മദ് മുസ്തഫ. ഉക്കാല ചന്തയിലേക്ക് പണക്കാരുടെ മക്കൾ ഷോപ്പിങ്ങിന് വേണ്ടി പോകുമ്പോൾ കഅബയുടെ ഒരു മൂലയിൽ എൻ്റെ ഹബീബ് റസൂലുള്ളാഹ് 6 വയസ്സിൽ ഇങ്ങനെ ഒറ്റക്കിരുന്ന് വിതുമ്പിയിട്ടുണ്ട്. ഹബീബെ, ആ വേദനയുടെ ഓർമ്മയിൽ മുത്തുനബി പറഞ്ഞു, അപ്പാ എന്നെ വിളിക്ക്. ആ കുട്ടിയതാ സൂര്യപ്രഭ പോലെ തിളങ്ങുന്ന മുഖമുള്ള മുത്തുനബിയുടെ ചുണ്ടിലേക്ക് കണ്ണിലേക്ക് നോക്കി വിളിച്ചു, അബീ വാപ്പാ. ഹബീബിന്റെ ഖൽബങ്ങ് പൊട്ടി. മുത്തുനബി അവനെ വാരിയെടുത്ത് ചുംബിച്ചോ. ആമിന ആയിഷ ബീവിയെ ചൂണ്ടിയിട്ട് പറഞ്ഞു, മോനെ നിന്റെ ഉമ്മയാടാത്, ഉമ്മാന്ന് വിളിക്കടാ, ഉമ്മാന്ന് വിളിച്ചു. വാതിലവൻ വലിച്ചു തുറന്നിട്ട് മദീനയിലെ അങ്ങാടിയിലേക്ക് ഓടിയിട്ട് അവിടെ കളിക്കുന്ന കുട്ടികളോട് വിളിച്ചു പറഞ്ഞു, അറിഞ്ഞില്ലേ എനിക്ക് വാപ്പച്ചയുണ്ട്, എനിക്ക് വാപ്പുണ്ട്, എൻ്റെ വാപ്പ മുഹമ്മദാ, എൻ്റെ വാപ്പ മുഹമ്മദാ, എൻ്റെ വാപ്പ മുഹമ്മദാ. നിങ്ങളുടെ ജില്ലക്കാരനായ കവി, ഹൈന്ദവനായ കവി അത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, മർത്യ സംസ്കാരത്തിനു മംഗലാർന്ന ജ്ഞാനത്തിൻ പാരമിരുളിൽ വീഴവേ അപ്പാവന പ്രവാചകന്റെ തിരുനാൾ പുലരിയിൽ നമിക്കുന്നു നമോവാകം. മനുഷ്യത്വം മരവിച്ച ഈ ലോകത്ത് ഇരുട്ടിലാണ്ടുപോകുന്ന ഈ മുഹൂർത്തത്തിൽ ഞാൻ ആ പ്രവാചകന്റെ ജന്മദിനത്തിൽ ആ പാദവിന്ദാരങ്ങളിൽ എൻ്റെ ശിരസ് നമിക്കുകയാണ്. മാഷാ അല്ലാഹ്. ഒരു ഹിന്ദു പറയാണ്, ഞാൻ അങ്ങയുടെ കാൽപാദം ചുംബിക്കുകയാണ്. ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, ഇങ്ങനെയൊക്കെ കവിത എഴുതിയ പത്മനാഭ രാമേന്ദ്രൻ നായർ മുസ്ലിമായില്ല. ആകാത്തതിൽ അദ്ദേഹത്തോട് ഒരു ദേഷ്യവും എനിക്കില്ല. ഞാൻ ഈ സംഭവമൊക്കെ പബ്ലിക് സ്പീച്ചിൽ പറയാറുണ്ട്. പക്ഷെ മുഅ്മിനീങ്ങളെ നിങ്ങൾ ആലോചിക്കേണ്ടത്, അദ്ദേഹം കണ്ടത് അള്ളാന്റെ റസൂലിനെ അല്ല, മക്കയിലെ നല്ലൊരു മനുഷ്യനായ മുഹമ്മദ് എന്ന് പറയുന്നൊരു മനുഷ്യനെ മാത്രമാണ്. നമ്മളും അങ്ങനെയാ കാണുന്നത്. ഒരു നല്ല നേതാവ് എന്നതിനപ്പുറം എന്റെ റസൂൽ എന്ന ഒരു അതമ്യമായ പ്രണയ പരവശത്തിൽ പെടഞ്ഞിട്ടുണ്ടോ നമ്മൾ എപ്പോഴെങ്കിലും? ഇല്ല. എന്തുകൊണ്ടാണ്?
ഹബീബിന്റെ ആത്മീയ വ്യക്തിത്വത്തെ പലപ്പോഴും പരാമർശിക്കാതെ പോയി. അനമിന്നൂരില്ലാ വകുല്ലു ശൈഇൻ മിൻ നൂരി, ഞാൻ അല്ലാഹുവിന്റെ പ്രകാശമാണ്, എൻ്റെ പ്രകാശത്തിൽ നിന്നാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും താരാപഥങ്ങളും മാമലകളും സമതലങ്ങളും മാറുകളും പുഴകളും ജലാശയങ്ങളും മിന്നൂരി, എൻ്റെ വെളിച്ചത്തിൽ നിന്നാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.